ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ ICT പാഠപുസ്തകത്തിലെ 3ാമത്തെ അധ്യായമാണ് ലേറ്റസ്റ്റ് ഡെവലപ്പേഴ്സ് സോഫ്റ്റ്വെയർ നിർമ്മിക്കാമെന്നുള്ള ഈ പാഠഭാഗത്തിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്ക് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. വെള്ളം കുടിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുന്നു. വെള്ളം കുടിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ബെല്ല് ക്രമീകരിക്കാം, അതുപോലെ പോസ്റ്ററുകൾ ക്രമീകരിക്കാം, അതുപോലെ ശ്രദ്ധ കിട്ടുന്ന ഭാഗത്ത് എഴുതി വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. അതോടൊപ്പം തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് ഒരു അലാറം ക്ലോക്ക് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ അലാറം ക്ലോക്ക് നമുക്ക് മാനുവലായിട്ട് തയ്യാറാക്കാം, അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയും തയ്യാറാക്കാനായിട്ട് സാധിക്കും. ജാവ, പൈത്തൺ, C++ തുടങ്ങിയ പ്രോഗ്രാമുകളൊക്കെ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇതേ കാര്യങ്ങൾ തന്നെ സ്ക്രാച്ച്, പിക്ടോബ്ലോക്സ് തുടങ്ങിയ ബ്ലോക്ക് കോഡിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടും തയ്യാറാക്കാനായിട്ട് കഴിയും. എന്താണ് ഈ ബ്ലോക്ക് കോഡിംഗ് ആപ്ലിക്കേഷൻസ്? അതായത് പ്രോഗ്രാമിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാതെ തന്നെ ചില ബ്ലോക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാതൃകയിലുള്ള ബ്ലോക്ക് പ്രോഗ്രാമിംഗ് എന്നുള്ളത്. നമുക്ക് പിക്ടോബ്ലോക്സ് എന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ഒരു അലാറം ക്ലോക്ക് സജ്ജമാക്കാം. അതിനു മുൻപ് എങ്ങനെയാണ് ഈ അലാറം ക്ലോക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്കൂൾ റിസോഴ്സസിലെ അലാറം ക്ലോക്ക് എന്ന ഫോൾഡറിൽ അലാറം ക്ലോക്ക് HTML എന്ന ഒരു ഫയൽ നൽകിയിട്ടുണ്ട്. അത് തുറന്ന് നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് ഈ അലാറം ക്ലോക്ക് പ്രവർത്തിക്കുക. അതിനനുസരിച്ച് നമുക്കൊരു അലാറം ക്ലോക്ക് പിന്നീട് ക്രമീകരിക്കേണ്ടതുണ്ട്. ഫയലിലേക്ക് വരുന്നു. ഫയലിലെ സ്കൂൾ റിസോഴ്സസിനുള്ളിൽ ക്ലാസ് 9 എന്ന ഫോൾഡറിനുള്ളിൽ അലാറം ക്ലോക്ക് എന്ന് കാണാം. അതിനുള്ളിൽ ഇവിടെ നമുക്ക് കാണാം അലാറം ക്ലോക്ക് HTML. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതൊരു ബ്രൗസറിലാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാഗ് കാണാം. ഈ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്താൽ ഈ ക്ലോക്ക് വർക്ക് ചെയ്ത് തുടങ്ങുന്നു. അതിൻ്റെ താഴ്വശത്തായിട്ട് ഒരു അലാറം നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ അലാറം പ്രവർത്തിപ്പിക്കുന്നതിനായി അലാറത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 24 അവർ ഫോർമാറ്റിലുള്ള സമയമാണ് കൊടുക്കേണ്ടത്. 24 മണിക്കൂർ ക്രമത്തിലേക്ക് 2 മണി മാറ്റുന്ന സമയത്ത് അത് 14 എന്ന് നൽകുന്നു. അതിനുശേഷം സമയം നമ്മൾ മിനിറ്റ് 49 എന്ന് നൽകിയതിന് ശേഷം നമ്മളത് വെയിറ്റ് ചെയ്യാം. ആ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിച്ച ആ സമയത്ത് ശ്രദ്ധിച്ച ചില കാര്യങ്ങളാണ്. ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ആ ക്ലോക്ക് പ്രവർത്തിച്ച് തുടങ്ങിയത്. അതുപോലെ കമ്പ്യൂട്ടറിലുള്ള അതേ സമയം തന്നെയാണ് ആ ഒരു അലാറം ക്ലോക്കിലും വർക്ക് ചെയ്തത്. അതുപോലെ അതിലെ മിനിറ്റ് സൂചികൾ ഓരോ സെക്കൻഡ് അനുസരിച്ച് ചലിക്കുന്നുണ്ട്. അതുപോലെ മിനിറ്റ് ഹാൻഡിൽ വർക്ക് ചെയ്യുന്നു, അവർ ഹാൻഡിൽ വർക്ക് ചെയ്യുന്നു. അലാറം ക്ലോക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സമയം എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നു. അതുപോലെ മിനിറ്റും എത്രയാണെന്ന് ചോദിക്കുന്നു. അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ സമയം എത്തിക്കഴിയുമ്പോൾ അലാറം വർക്ക് ചെയ്തു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇത് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പിക്ടോബ്ലോക്സ് ആണ്. പിക്ടോബ്ലോക്സിൽ ലഭിക്കുന്നതിന് 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിലുള്ള വിൻ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് എന്ന ഭാഗത്തിലേക്ക് വരാം. ഇവിടെ പിക്ടോബ്ലോക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. ആദ്യ തവണ പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് വരുന്ന അവിടെ പാസ്വേഡ് കൊടുത്തുകൊണ്ട് ഓക്കെ പിക്ടോബ്ലോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഈ പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നു. പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് തരത്തിലുള്ള ഒരു വിൻഡോയാണ് വരുന്നത്. ഇതിലെ ആദ്യത്തെ ബ്ലോക്ക് കോഡിംഗ് എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് കോഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഈ വിൻഡോയിൽ ഈ വലതുഭാഗത്ത് നമുക്ക് ടോബി എന്നൊരു സ്പ്രൈറ്റിനെ കാണാം. നമുക്ക് ഈ ഒരു സ്പ്രൈറ്റ് ആവശ്യമില്ലാത്തതിനാൽ ഈ ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു സ്റ്റേജാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ സ്റ്റേജ് എന്നതിന് താഴെ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ബാക്ക്ഡ്രോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഹോമിൻ്റെ അകത്ത് സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് 9 അതിലെ അലാറം ക്ലോക്ക് എന്നതിൻ്റെ ആ ഫോൾഡറിനുള്ളിൽ ഇമേജസ് എന്ന ഫോൾഡറിൽ കാണാം. അതിലെ ക്ലോക്ക് PNG എന്നുള്ളതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായി ചേർക്കുന്നത്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് മിനിറ്റ്, സെക്കൻഡ് ഹാൻഡിൽ, അവർ ഹാൻഡിൽ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്പ്രൈറ്റുകളാണ്. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന വസ്തുക്കളെല്ലാം തന്നെ സ്പ്രൈറ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്പ്രൈറ്റുകളായിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ സ്പ്രൈറ്റ് ചേർക്കുന്നതിന് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് സ്പ്രൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ചേർക്കേണ്ടത് അവർ ഹാൻഡിലാണ്. മണിക്കൂർ സൂചി ചേർക്കുന്നു. അതിൻ്റെ സൈസ് കുറക്കുന്നതിന് വേണ്ടി, സൈസ് 50 ആക്കുന്നതിന് വേണ്ടി സൈസ് എന്ന ഭാഗത്ത് 50 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് ചെറുതായി വന്നിട്ടുണ്ട്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രൈറ്റാണ്.
അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു അവർ ആൻഡിലായതുകൊണ്ട് അതിൻ്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് വേണം ഇത് റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലെ ഒരു റൊട്ടേഷൻ ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിവോട്ട് പോയിന്റ്. ആ പിവോട്ട് പോയിന്റ് ലഭിക്കുന്നതിന് ഈ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് മുഴുവനായും സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അവിടെ ഒരു ഐക്കൺ വരുന്നു. ഈ ഐക്കണാണ് പിവോട്ട് പോയിന്റ് എന്നുള്ളത്. അപ്പോൾ പിവോട്ട് പോയിന്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക, എന്നാൽ മാത്രമാണ് ആ ഒരു പോയിന്റിനെ ഉപയോഗപ്പെടുത്തി ഈ ഒരു നീഡിൽ കറങ്ങുക. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഈ സെൻറ്റർ ഭാഗത്തു നിന്നും വലത് ഭാഗത്തേക്ക് മാറിയിട്ടാണ് ഈ ഒരു മണിക്കൂർ സൂചിയുടെ സ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതൊന്ന് ക്രമീകരിക്കാം. ഇനി അടുത്തതായി വേണ്ടത് ഇതിൻ്റെ മിനിറ്റ് സൂചി ക്രമീകരിക്കുക എന്നുള്ളതാണ്. അത് മറ്റൊരു സ്പ്രൈറ്റായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് സ്പ്രൈറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിനി മിനിറ്റ് ഹാൻഡിൽ ചേർക്കുന്നു. മിനിറ്റ് ഹാൻഡിലും നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പിവോട്ട് പോയിന്റ് ക്രമീകരിക്കണം. അതിന് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മൂവ് ചെയ്ത് ഈ പിവോട്ട് പോയിന്റ് സെറ്റ് ചെയ്യുന്നു. അതേപോലെ അതിൻ്റെ സൈസ് 50 മാറ്റുന്നു. അതുപോലെ അതിൻ്റെ പൊസിഷൻ, ഈ പിക്ടോ ബ്ലോക്സിൻ്റെ ഒരു പ്രത്യേകത, ഇത്തരത്തിൽ ഇടയ്ക്ക് ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഇതൊന്ന് ക്ലോസ് ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് ഈ മിനിറ്റ് ഹാൻഡിലിൻ്റെ പൊസിഷനും ഇതേപോലെ ക്രമീകരിക്കാം. അടുത്തതായി സെക്കൻഡ് ഹാൻഡിലാണ്, സെക്കൻഡ് സൂചിയാണ് ചേർക്കേണ്ടത്. അതും ഇതേപോലെ സ്പ്രൈറ്റ് വഴി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇതിൻ്റെ സൈസ് 50 ആക്കുന്നു. അതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം പിവോട്ട് പോയിന്റ് സെറ്റ് ചെയ്യാം. തുടർന്ന് അതിൻ്റെ പൊസിഷനും സെറ്റ് ചെയ്യുന്നു. ഇനി വേണ്ടത് ഈ ഒരു കേന്ദ്ര ഭാഗത്ത് അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ക്യാപ്പ് വേണം. ക്യാപ്പ് മറ്റൊരു സ്പ്രൈറ്റായി ചേർക്കാം. നീഡിൽ ക്യാപ്പ് എന്ന പേരിൽ നമുക്ക് സ്പ്രൈറ്റ് ലഭ്യമാണ്. അതിനെയും നമുക്കിതിൻ്റെ പൊസിഷൻ കേന്ദ്ര ഭാഗത്തായിട്ടൊന്ന് ക്രമീകരിക്കാം. ഇനി ചേർക്കേണ്ടത് അലാറം ക്ലോക്ക് എന്ന ഒരു ബട്ടൺ ഇവിടെ ചേരണം. അതിന് മറ്റൊരു സ്പ്രൈറ്റായിട്ട് നമുക്ക് അലാറം ബട്ടൺ എന്നുള്ളത് ചേർക്കാം. അതിൻ്റെയും സൈസ് 50 മാറ്റുന്നു. അതിൻ്റെ പൊസിഷൻ ക്രമീകരിക്കാം. ഇനി വേണ്ടത് അലാറത്തിൻ്റെ 2 വശങ്ങളിലായി ബെല്ലുകളാണ്. ഈ ബെല്ലുകൾ ചേർക്കുന്നതിന് വേണ്ടി വീണ്ടും അപ്ലോഡ് സ്പ്രൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ബെല്ലാണ്. ലെഫ്റ്റ് ബെൽ 2 എണ്ണം കാണാം. ബെൽ 1, ബെൽ 2. നമുക്ക് ബെൽ 1 ആണ് ചേർക്കേണ്ടത്. ഈ ലെഫ്റ്റ് ബെൽ ചേർത്ത് കഴിയുമ്പോൾ ഈ കോസ്റ്റ്യൂംസിന് താഴെ രണ്ടാമത്തെ ബെല്ലുകൂടെ നമുക്കൊന്ന് ചേർക്കണം. കോസ്റ്റ്യൂമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതിൻ്റെ താഴെ വശത്ത് കോസ്റ്റ്യൂം എന്ന് കാണുന്ന ഭാഗത്ത് അപ്ലോഡ് കോസ്റ്റ്യൂം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലെഫ്റ്റ് ബെൽ 2, അതായത് അലാറം റിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചിത്രം മാറി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ്യൂം ഉപയോഗപ്പെടുത്തി രണ്ടാമതൊരു ചിത്രം കൂടി, ഒരു സ്പ്രൈറ്റ് കൂടി ആഡ് ചെയ്തത്. ഇതേ ക്രമത്തിൽ നമുക്ക് റൈറ്റ് ബെല്ലും ഇതേപോലെ തന്നെ ആഡ് ചെയ്യാം. റൈറ്റ് ബെല്ലിലേക്കും കോസ്റ്റ്യൂംസ് ചേർക്കുന്നു. ഇനി അതിൻ്റെ പൊസിഷനുകൾ നമുക്കൊന്ന് ക്രമീകരിക്കാം. റൈറ്റ് ബെൽ ഈ ഒരു ഭാഗത്തേക്ക് ക്രമീകരിക്കുന്നു. അതുപോലെ ലെഫ്റ്റ് ബെൽ ഈ ഒരു ഭാഗത്തേക്ക് ക്രമീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഘട്ടം ഇതിൻ്റെ കോഡുകൾ ചേർക്കുക എന്നുള്ളതാണ്. ഇനി കോഡുകൾ ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് ബ്ലോക്കിലേക്ക് വരാം. ബ്ലോക്കിലേക്ക് വന്ന് ഇവിടെയാണ് ഈ കോഡുകളെല്ലാം തന്നെ ചേർക്കേണ്ടത്. ആദ്യമായി ചേർക്കേണ്ട കോഡ് സെക്കൻഡ് ഹാൻഡിലാണ്. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡിൽ എന്ന സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ധാരാളം ബ്ലോക്ക് കോഡുകൾ നമുക്ക് കാണാം. മോഷൻ, ലുക്സ്, സൗണ്ട്, ഇവൻറ്റ്സ് തുടങ്ങിയ കോഡുകളാണ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു സെക്കൻഡ് സൂചിയെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സെക്കൻഡ് സൂചി ചലിപ്പിക്കുന്നത് ആ കേന്ദ്രഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പിവോട്ട് പോയിന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും ഓരോ ആംഗിളിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ 360 ഡിഗ്രിയാണ് തിരിയുക. ഒരു സർക്കിൾ പൂർത്തിയാകണമെങ്കിൽ 360 ഡിഗ്രിയാണ് തിരിയേണ്ടത്. അപ്പോൾ ഓരോ തവണയും അതിൻ്റെ ആംഗിൾ മാറ്റി കൊടുത്തുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് പൂർത്തീകരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കോഡാണ് പോയിന്റ് ഇൻ ഡയറക്ഷൻ. നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം പോയിന്റ് ഇൻ ഡയറക്ഷൻ വിവിധ ഷേപ്പുകളിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. 0-ൽ തുടങ്ങി 360-ലേക്ക് എത്തുന്ന ഈ ഒരു സംവിധാനമാണ് സർക്കിളിനുള്ളിൽ ഉള്ളത്. അപ്പോൾ ഈ പോയിന്റ് ഇൻ ഡയറക്ഷൻ നമുക്കറിയാം, ഒരു സെക്കൻഡ് സൂചി ഒരു സ്ഥലത്തുനിന്ന് ആരംഭിച്ച് വീണ്ടും അവിടേക്ക് എത്തണമെങ്കിൽ 60 സെക്കൻഡ് സമയം കൊണ്ടാണ്. ഈ 60 സെക്കൻഡിനെ നമുക്ക് ആംഗിളിലേക്ക് ഒന്ന് മാറ്റേണ്ടതുണ്ട്.
60 സെക്കൻഡിന് 360 എന്ന ആ ഒരു ആംഗിളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്കിവിടെ ചെറിയൊരു കണക്കൊന്ന് പരിശോധിക്കാം. 60 സെക്കൻഡ് കൊണ്ടിട്ടാണ് സെക്കൻഡ് സൂചി ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് മറ്റൊരു അതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുന്നത്. അതായത് 60 സെക്കൻഡ് കൊണ്ടാണ് 360 ഡിഗ്രി തിരിയുക. അപ്പോൾ ഒരു സെക്കൻഡിൽ തിരിയുന്നത് കണ്ടുപിടിക്കുന്നതിനെ 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഡിഗ്രി എന്നാണ് ലഭിക്കുക. ഒരു സെക്കൻഡ് കൊണ്ട് 6 ഡിഗ്രിയാണ് ഈ സെക്കൻഡ് സൂചി തിരിയുക. അപ്പോൾ ഇത് നമുക്ക് പിക്ടോ ബ്ലോക്സിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഈ പോയിന്റിൻ ഡയറക്ഷനുള്ളിലുള്ള ഈ ആംഗിൾ കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡ്, ആ സെക്കൻഡിനെ ഡിഗ്രിയിലേക്ക് മാറ്റുന്ന ഒരു കോഡാണ് ഈ ഭാഗത്ത് നമുക്ക് ചേർക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടറിൻ്റെ സമയം ആദ്യം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി സെൻസിങ്ങിൽ നിന്നും ഇവിടെ കറണ്ട് ഇയർ എന്ന് കാണുന്ന ഈ ഒരു ബ്ലോക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനുള്ളിൽ സെക്കൻഡ്സ് എന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇയർ, മന്ത്, ഡേറ്റ് തുടങ്ങിയവയുണ്ട്. അതിൽ നമുക്ക് സെക്കൻഡ് എന്നുള്ളതാവുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സമയം സെക്കൻഡ്, ആ സമയം ലഭിച്ചിരിക്കുകയാണ്. ഈ സെക്കൻഡിനെയാണ് നമ്മുടെ ഡിഗ്രിയിലേക്ക് മാറ്റുന്നത്. ഇനി സെക്കൻഡിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സിൻ്റെ ഉള്ളിൽ പ്ലസ്, മൈനസ്, ഇൻറ്റു എന്ന് കാണാം. ഈ ഒരു ബ്ലോക്കാണ് നമ്മൾ എടുക്കുന്നത്. ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഈ കറണ്ട് സെക്കൻഡ് എന്നുള്ളത് ആദ്യ ഭാഗത്തേക്കൊന്ന് ചേർക്കുകയാണ്. ഇവിടെ ഒരു വൈറ്റ് കളർ വരുന്ന സമയത്ത് ഇതൊന്ന് മൗസ് വിട്ട് കഴിഞ്ഞാൽ അത് അവിടേക്ക് വരുന്നതാണ്. ഇനി 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിനുവേണ്ടി 6 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കമ്പ്യൂട്ടറിലെ സെക്കൻഡിനെ 6 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തു ഇതൊരു ആംഗിളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനുള്ളിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇനി കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡ് ഏതാണോ ആ സെക്കൻഡിനെ 6 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത് ഒരു ആംഗിൾ ആയിരിക്കും ഇനി ലഭിക്കുക. നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ കാണാം. അതിനനുസരിച്ച് അവിടെ സെക്കൻഡ് സൂചി ചലിക്കുന്നത് കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് ചലിക്കുന്നത്. അതിന് പകരം ഇത് എല്ലാ സമയവും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺട്രോളിനുള്ളിൽ ഫോർ എവർ എന്നുള്ള ഒരു കോഡ് എടുത്ത് വയ്ക്കുന്നു. അതുപോലെ തന്നെ ഇത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഇവൻസിനുള്ളിൽ നിന്നും ഒരു ഫ്ലാഗ് എടുത്ത് വയ്ക്കുന്നു. ഈ ഫ്ലാഗ് എടുത്ത് വെച്ചതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു ബ്ലോക്ക് ഇതിനുള്ളിലേക്ക് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇനി എപ്പോഴെങ്കിലും ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിൻ ഡയറക്ഷൻ ഈ കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡിനെ ഇൻറ്റു 6 എന്ന ആ ഒരു ആംഗിളിൽ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതിന് ഈ ഫ്ലാഗിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ആ സെക്കൻഡ് സൂചി ഓരോ സെക്കൻഡ് അനുസരിച്ച് ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മിനിറ്റ് സൂചിയാണ് ക്രമീകരിക്കേണ്ടത്. മിനിറ്റ് സൂചിയും ഇതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്കൊന്ന് കാണാം. നമുക്കറിയാം 60 മിനിറ്റ് കൊണ്ടാണ് മിനിറ്റ് സൂചി ഒരു സർക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് 60 മിനിറ്റ് കൊണ്ടാണ് 360 ഡിഗ്രി. ഒരു മിനിറ്റിന് 6 ഡിഗ്രി. ഏതുപോലെ സെക്കൻഡ് സൂചി പോലെ തന്നെയാണ് മിനിറ്റ് സൂചിയും 60 മിനിറ്റ് കൊണ്ടിട്ടാണ് അത് പൂർത്തിയാക്കുന്നത്. അവിടെ അതുകൊണ്ട് മിനിറ്റ് സൂചിയുടെ മൂവ്മെൻറ്റും 6 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഇതും നമുക്ക് പിക്ടോ ബ്ലോക്സിലേക്ക് ഒന്ന് ചേർക്കാം. മിനിറ്റ് സൂചിയുടെ കോഡുകളും ഈ ഒരേ കോഡുകൾ തന്നെയാണ്. അതിലാകെ വ്യത്യാസം വരുത്തുന്നത് കറണ്ട് സെക്കൻഡ് എന്നുള്ളതിന് പകരം മിനിറ്റ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതേ കോഡുകൾ തന്നെയാണ് ഇവിടെ മിനിറ്റ് ഹാൻഡിലേക്കും ചേർക്കേണ്ടത്. അതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ ബ്ലോക്കുകൾ ഇങ്ങനെ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാ സ്പ്രൈറ്റുകളുടെയും നിറം മാറിയിട്ടുണ്ട്. നമുക്ക് ചേർക്കേണ്ടത് മിനിറ്റ് ഹാൻഡിലേക്കാണ്. അപ്പോൾ മിനിറ്റ് ഹാൻഡിലിന് അടുത്തേക്ക് കൊണ്ടുവരും അത് മാത്രം ഒന്ന് മൂവ് ചെയ്യുന്നത് കാണാം. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് മൗസിൽ നിന്നും കൈ എടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് കൃത്യമായി ആ മിനിറ്റ് ഹാൻഡിലേക്കും വരുന്നതായിട്ട് കാണാം. അതേ കോഡുകൾ തന്നെ മിനിറ്റ് ഹാൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാൻ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തപോലെ ഫ്ലാഗ്, ഫോർവേഡ് തുടങ്ങിയ എല്ലാ കോഡുകളും എടുത്തു വെച്ചതിന് ശേഷം ഇത് ആവർത്തിക്കാം. ഇനി ഇത് മിനിറ്റ് ഹാൻഡിലായതുകൊണ്ട് ഇതിലെ ഈ കറണ്ട് സെക്കൻഡ് എന്നുള്ളത് മിനിറ്റിലേക്കൊന്ന് മാറ്റി നൽകേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മിനിറ്റ് സൂചിക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതും കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് മണിക്കൂർ സൂചിയുടേതാണ് സെറ്റ് ചെയ്യേണ്ടത്. മണിക്കൂർ സൂചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് ശേഷം ഉള്ള മൂവ്മെൻറ്റ് ഒറ്റയടിക്ക് അടുത്ത നമ്പറിലേക്ക് വരികയില്ല ചെയ്യേണ്ടത്. ഗ്രാജുവലായി മിനിറ്റിനനുസരിച്ച് ക്രമേണ അത് മാറി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. മണിക്കൂർ സൂചിയുമായി ബന്ധപ്പെട്ട കണക്കൊന്ന് പരിശോധിക്കാം. 12 തവണ മണിക്കൂർ സൂചി തിരിയുമ്പോഴാണ് 360 ഡിഗ്രി എത്തുക. അതുകൊണ്ട് ഒരു പ്രാവശ്യം തിരിയുന്നതിന് 30 ഡിഗ്രിയാണ് വേണ്ടത്. മണിക്കൂർ സൂചി 1 നിന്നും 2ലേക്ക് അങ്ങനെ വേഗത്തിൽ തൊട്ടടുത്ത മണിക്കൂറിലേക്ക് അല്ല സാധാരണ സഞ്ചരിക്കുക. ഗ്രാജുവലിയാണ് അടുത്ത നമ്പറിലേക്ക് എത്തുക.
അതായത് മിനിറ്റുകൾക്കനുസരിച്ച് കൂടെ ഈ മണിക്കൂർ സൂചിയുടെ മൂവ്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ കൊണ്ട് 30 ഡിഗ്രി തിരിയുന്നത് 60 മിനിറ്റ് കൊണ്ടാണ് എന്ന് കണ്ടു. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഈ മണിക്കൂർ സൂചി തിരിയുന്ന ആ ഒരു ഡിഗ്രി കണക്കാക്കുന്നതിന് വേണ്ടി 30നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 0.5. അപ്പോൾ 0.5 ഡിഗ്രി ഓരോ മിനിറ്റിൽ വീതവും ഈ മണിക്കൂർ സൂചി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂടെ നമുക്ക് ചേർക്കണം. മണിക്കൂർ സൂചിയിൽ ഈ ഒരു കറണ്ട് അവർ എന്നുള്ളത് മാത്രം മാറ്റിയാൽ പോരാ, ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കൂടെ അവിടെ വരണം. അവർ എന്നുള്ളത് മിനിറ്റ് എന്നുള്ളത് വേണം. പക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കോമൺ ആണ്. ഈ ഫ്ലാഗ് ക്ലിക്ക്ഡ്, 4 അവർ, പോയിന്റ് ഇൻ ഡയറക്ഷൻ, ഇതെല്ലാം തന്നെ കോമൺ ആയതിനാൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ തന്നെ അവർ ആൻഡിലേക്ക് നമുക്ക് ചേർക്കാം. ബാക്കിയുള്ള ക്രമീകരണങ്ങൾ ഈ ഒരു ഭാഗത്ത് മാത്രം വരുത്തിയാൽ മതിയാവും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഇതേ കോഡുകൾ അവർ ആൻഡിലേക്ക് എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടി ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. എന്നിട്ട് അതിനുശേഷം അവർ ആൻഡിലേക്ക് അതൊന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് മൗസിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ആ ഒരു അവർ ആൻഡിലേക്ക് ഈ ഒരു സംവിധാനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതും പ്രയാസമാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ കോഡുകളായിട്ട് ചേർക്കാം. നമുക്ക് ഇനി മാറ്റം വരുത്തേണ്ടത് ഈ ഒരു ഭാഗത്താണ്. കറണ്ട് മിനിറ്റ് എന്നുള്ളതിന് പകരം അവർ എന്നുള്ളതായിട്ട് മാറണം. അപ്പോൾ അവർ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു 30 ഡിഗ്രി വീതമാണ് ഒരു മണിക്കൂറിൽ അത് തിരിയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ മിനിറ്റുമായി ബന്ധപ്പെട്ട് മിനിറ്റിനനുസരിച്ച് മൂവ്മെൻറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് കറണ്ട് അവർ മിനിറ്റ് എന്നുള്ള ഒരു ബ്ലോക്ക് കൂടെ നമുക്ക് വേണം. അതിന് ഒരു എളുപ്പമാർഗം ഈ ഇതേ കോഡ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനുശേഷം ഈ അവർ എന്നുള്ളത് മിനിറ്റിലേക്ക് മാറുന്നു. നമ്മൾ കണ്ടു മിനിറ്റ് ഒരു മിനിറ്റിൽ 0.5 വീതമാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കോഡുകൾ കൂടെ ഒരുമിച്ചാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. അതിന് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വീണ്ടും ഓപ്പറേറ്ററിലേക്ക് വരാം. ഓപ്പറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നൊരു ഓപ്പറേറ്റർ കാണാം. ഇതിലെ ആദ്യത്തെ കോഡ് നമുക്ക് ഇതിനുള്ളിലേക്ക് ആദ്യത്തെ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കാം. അതുപോലെ മിനിറ്റുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ടാമത്തെ ഇതിലേക്ക് ചേർത്ത് വയ്ക്കാം. അതിനുശേഷം ഇത് രണ്ടും നോക്കി പോയിന്റ് ഇൻ ഡയറക്ഷൻ ഉള്ളിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും സെറ്റാവുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് പരിശോധിക്കാം. ഈ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ കാണാം ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അതേ സമയം തന്നെ മിനിറ്റും സൂചിയും അതുപോലെ സെക്കൻഡ് സൂചികളും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി കിടക്കേണ്ടത് അലാറം സെറ്റ് ചെയ്യുന്നതാണ്. അലാറം സെറ്റ് ചെയ്യുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ രണ്ടാമതായിട്ട് കിടക്കുന്നത്. അടുത്തതായി അലാറം എന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇനി കൊടുക്കേണ്ടതിനായി നമുക്ക് അലാറം ബട്ടൺ സെലക്ട് ചെയ്യുന്നു. അലാറം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ളത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവൻസിൽ നിന്നും വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് എന്ന് കാണാം. ആ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യമാണ് വരുന്നത്. എൻ്റർ ടൈം ഇൻ 24 hours എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. ആ ഒരു ചോദ്യം ലഭിക്കുന്നതിന് വേണ്ടി സെൻസിങ്ങിൽ നിന്നും ആസ്ക് എന്നുള്ള ഒരു കോഡാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഇവിടെ വരേണ്ട ആ ഒരു ചോദ്യം മാറ്റി കൊടുക്കുന്നു. ഇവിടെ ആ ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്നു. ആ എൻ്റർ ചെയ്യുന്ന ചോദ്യം ഈ ആൻസർ എന്ന ഈ ഒരു ബ്ലോക്കിലേക്കാണ് വരുന്നത്. ഈ ആൻസർ വരുന്ന ഈ ഒരു ബ്ലോക്ക് കമ്പ്യൂട്ടറിൻ്റെ സമയമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു വേരിയബിൾ ആവശ്യമായിട്ട് വരും. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആൻസർ കമ്പ്യൂട്ടറിൻ്റെ സമയവും തമ്മിൽ ശരിയാണോ, ആ ശരിയാവുന്ന സമയത്ത് മാത്രമാണ് അലാറം അത് വർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കൊരു വേരിയബിൾ ആവശ്യമായിട്ടുണ്ട്. ഈ വേരിയബിൾ എന്ന ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മേക്ക് എ വേരിയബിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അവർ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അവർ എന്ന ഒരു വേരിയബിളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സെറ്റ് അവർ ടു 0 എന്ന് കാണാം. ഈ സെറ്റ് അവർ എന്നുള്ളതൊന്ന് താഴേക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ഈ ആൻസർ എന്നുള്ളത് ഇതിനുള്ളിലേക്ക് വെച്ച് ഇതൊന്ന് തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു സമയം ആൻസറിലേക്ക് വരികയും അത് അവർ എന്ന വേരിയബിളിലേക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇതേ മാതൃകയിൽ തന്നെ നമുക്ക് മിനിറ്റും സെറ്റ് ചെയ്യാം. വീണ്ടും സെൻസിങ്ങിലേക്ക് വരുന്നു. ആസ്ക്, ഇവിടെ എൻ്റർ മിനിറ്റ് എന്ന് കൊടുക്കുന്നു. അതിനെ നമുക്കൊരു വേരിയബിളിലേക്ക് ഇവിടെയും ഇതിൻ്റെ ആൻസർ ലഭിക്കുന്നതിന് വേണ്ടി സെൻസിങ്ങിൽ നിന്ന് ഒരു ആൻസർ എടുത്ത് വയ്ക്കുന്നു. ഈ മിനിറ്റും വേരിയബിളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യേണ്ടതുകൊണ്ട് അതിനുവേണ്ടി മറ്റൊരു വേരിയബിൾ കൂടെ നമുക്ക് വേരിയബിളിൽ വെച്ച് നിർമ്മിക്കാം. മേക്ക് വേരിയബിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മിനിറ്റ് എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം മിനിറ്റ് എന്ന വേരിയബിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിലെ സെറ്റ് എന്നത് തന്നെ വീണ്ടും നമ്മൾ എടുത്തു വയ്ക്കുന്നു.
ഇവിടെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു വേരിയബിൾ കാണാം മിനിറ്റ് എന്നുള്ളത്. അപ്പോൾ സെറ്റ് മിനിറ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന ആൻസർ കിട്ടണം. അതിനുവേണ്ടി ഈ ആൻസർ ഇതിനുള്ളിലേക്ക് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു കോഡിന് ഉദ്ദേശിക്കുന്നത് ഈ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകുന്ന ആ മണിക്കൂർ ഈ ആൻസറിലേക്ക് വരുന്നു, അത് അവറായിട്ട് സെറ്റ് ചെയ്യുന്നു, ആ ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുന്നു. മിനിറ്റും അതുപോലെ ആൻസറിലേക്ക് വരുന്നു, ആ മിനിറ്റ് നമ്മൾ മിനിറ്റ് എന്ന വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുന്നു. നമുക്കിനി ഈ സെറ്റ് ചെയ്തിരിക്കുന്ന അലാറം കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു സമയം എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺട്രോളിന് ഉള്ളിൽ നിന്നും വെയിറ്റ് അണ്ടിൽ എന്നുള്ള ഒരു കോഡ്. ഈ കോഡിനുള്ളിലേക്ക് വരേണ്ടത് മണിക്കൂറും മിനിറ്റും, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മണിക്കൂറും മിനിറ്റും കമ്പ്യൂട്ടറിൻ്റെ സമയം എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വെയിറ്റ് അണ്ടിൽ എന്നുള്ളതിനുള്ളിലേക്ക് അവറും മിനിറ്റും ഈ രണ്ട് കാര്യങ്ങളാണ് ഒരേപോലെ ചേർക്കേണ്ടത്. അതിനുവേണ്ടി ഓപ്പറേറ്റേഴ്സിലേക്ക് വരുന്നു. ഓപ്പറേറ്റേഴ്സിൽ നിന്നും ആൻഡ് എന്നുള്ളത് നമ്മൾ എടുത്തു വയ്ക്കുന്നു. ഇനി ഈ ആൻഡ് എന്നുള്ളത് മണിക്കൂറും അതുപോലെ മിനിറ്റും സെറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ സമയവും നമ്മൾ നൽകിയിരിക്കുന്ന സമയവും തുല്യമാകുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഈക്വൽ ചിഹ്നം ഉപയോഗിക്കുകയാണ്. ഈക്വൽ ചിഹ്നത്തിലേക്ക് വരേണ്ടത് അവർ, അതായത് നമ്മൾ നൽകിയിരിക്കുന്ന അവറും കമ്പ്യൂട്ടറിൻ്റെ മണിക്കൂറും തമ്മിലും ഈക്വൽ ആണെങ്കിലാണ് അത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെൻസിങ്ങിലേക്ക് പോകാം. സെൻസിങ്ങിൽ ഇവിടെ കറണ്ട് എന്നുള്ളതുണ്ട്, കറണ്ടിലെ അവർ എന്നുള്ളതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന അവറും ഇത് കമ്പ്യൂട്ടറിൻ്റെ അവറാണ്, നമ്മൾ നൽകിയിരിക്കുന്ന അവറും കമ്പ്യൂട്ടറിൻ്റെ അവറും തമ്മിൽ ഈക്വൽ ആവണം. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന മിനിറ്റും അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മിനിറ്റും ഈക്വൽ ആവണം. അതിനുവേണ്ടി നമുക്ക് വേരിയബിളിലെ മിനിറ്റ് കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതേ കോഡുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിനെ മാറ്റം വരുത്തേണ്ടത് ഈ അവറിന് പകരം മിനിറ്റ് എന്നുള്ളത് കൊണ്ടുവരുന്നു. അതുപോലെ ഈ അവർ എന്നുള്ളതിന് പകരം മിനിറ്റ് എന്നുള്ളതാക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ അർത്ഥം നമ്മൾ നൽകിയ മണിക്കൂറും കമ്പ്യൂട്ടറിൻ്റെ മണിക്കൂറും ഈക്വലാണ്. അതുപോലെ മിനിറ്റ്, നമ്മൾ നൽകിയ മിനിറ്റും കമ്പ്യൂട്ടറിൻ്റെ മിനിറ്റും ഈക്വലാണ്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ ഒരുമിച്ച് വർക്കുന്നതിന് വേണ്ടി ആൻഡ് എന്ന ഓപ്പറേറ്ററിൽ നിന്നും എടുത്തിരിക്കുന്ന ഈ ബ്ലോക്കിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുകയാണ്. അതുപോലെ ഈ മിനിറ്റ് ഈക്വലാക്കുന്ന ഈ ഒരു ബ്ലോക്കും ഇതിനുള്ളിലേക്ക് എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഈ വെയിറ്റ് അണ്ടിൽ എന്ന ഈ ഒരു ബ്ലോക്കിലേക്ക് എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ നൽകിയിരിക്കുന്ന മണിക്കൂറും കമ്പ്യൂട്ടറിൻ്റെ മണിക്കൂറും അതുപോലെ നമ്മൾ നൽകിയ മിനിറ്റും കമ്പ്യൂട്ടറിൻ്റെ മിനിറ്റും ഈക്വൽ ആകുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നൽകിയ സമയം ആയിക്കഴിയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സമയവുമായി മാച്ചിങ് ആണെങ്കിൽ ആ സമയം എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ട കമാൻഡ്. ആ ഒരു സമയം എത്തിക്കഴിയുമ്പോൾ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ രണ്ട് ബെല്ലുകളും അതുപോലെ അത് വർക്ക് ചെയ്യണം, അതിന് കണ്ടിന്യൂസ് ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കണം. അതുപോലെ ഒരു സൗണ്ടും പ്ലേ ചെയ്യണം. അപ്പോൾ മറ്റുള്ള സ്പ്രൈറ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഇവൻറ്റുകൾക്കുള്ളിലെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഒന്നാണ്. ഈ ബ്രോഡ്കാസ്റ്റിൽ നമുക്കൊരു മെസ്സേജ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കാൻ, ന്യൂ മെസ്സേജ് എന്നുള്ളത് അലാറം എന്നൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സമയം എത്തിക്കഴിയുമ്പോഴത്തേക്കും അലാറം എന്നുള്ള ഒരു ബ്രോഡ്കാസ്റ്റാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൊരു സൗണ്ട് നമുക്ക് ലഭിക്കണം. സൗണ്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സൗണ്ട് എന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ സൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഈ മുകൾ ഭാഗത്തും കാണുന്ന സൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ സൗണ്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. സൗണ്ട് ചേർക്കുന്നതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിലെ ചൂസ് എ സൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗണ്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ലൂപ്സ് എന്നുള്ളതിൻ്റെ അകത്തുള്ള ലൂപ്സിലെ അവസാന ഭാഗത്ത് കാണുന്ന ഈ ഒരു സൈലോ 2 എന്നുള്ള ഒരു ശബ്ദമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി തിരിച്ച് ബ്ലോക്കിലേക്ക് വരാം. പ്ലേ സൗണ്ട് സൈലോ 2 എന്നുള്ള അൺടിൽ ഡൺ എന്നുള്ള ആ ഒരു കോഡാണ് ഇതിലേക്ക് വരുന്നത്. ഇത് 2 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അതിനുവേണ്ടി കൺട്രോളിൽ നിന്ന് റിപ്പീറ്റ് 10 എന്നുള്ള ഒരു ഐക്കൺ എടുക്കുകയാണ്. അതിൽ നമുക്ക് നമ്പർ 10 എന്നുള്ളത് 2 ആക്കിയതിന് ശേഷം ഈ ഒരു കോഡ് അതിനുള്ളിലേക്ക് വയ്ക്കാം. അപ്പോൾ ആ ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ഈ ഒരു ശബ്ദം 2 തവണ അത് പ്ലേ ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ അലാറം എന്നുള്ള ആ ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് റിസീവ് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത് ഈ 2
സ്പ്രൈറ്റുകൾക്കാണ് നമുക്ക് ലെഫ്റ്റ് ബെൽ 1 എന്നുള്ള ആ ഒരു ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കോസ്റ്റ്യൂം എന്നുള്ളത് എപ്പോഴും ഒന്നാമത്തെ കോസ്റ്റ്യൂം തന്നെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് കോസ്റ്റ്യൂംസ് എന്നുള്ളത് ലെഫ്റ്റ് ബെൽ 1 എന്നുള്ളതിലേക്ക് മാറ്റുന്നു. ആ ഒരു അലാറം മെസ്സേജ് ഈ ഒരു സ്പ്രൈറ്റ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ഇവൻസിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ കാണാം വെൻ ഐ റിസീവ് അലാം എന്ന് കാണുന്നു. ആ ഒരു അലാറം എന്നുള്ള ആ ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂമിലേക്കാണ് വരേണ്ടത്. നെക്സ്റ്റ് കോസ്റ്റ്യൂം മാത്രമാണെങ്കിൽ ഒരു തവണ മാത്രമാണ് അടുത്തൊരു കോസ്റ്റ്യൂമിലേക്ക് വരിക. പക്ഷേ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് പലതവണ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റിപ്പീറ്റ് എന്നുള്ള ആ ഒരു കോഡ് എടുത്ത് വയ്ക്കും. അത് നമുക്കൊന്ന് 20 എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ നെക്സ്റ്റ് കോസ്റ്റ്യൂം എടുത്ത് വയ്ക്കാം. പക്ഷേ ഇത് വളരെ വേഗത്തിൽ തന്നെ ആയിരിക്കും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അല്പസമയം അതിലേക്ക് ഡിലേ വരുത്തുന്നതിന് വേണ്ടി വെയിറ്റ് എന്നുള്ളത് ചേർക്കാം. അത് നമുക്ക് 0.5 എന്നുള്ള ഒരു ടൈം ഡിലേ കൊടുക്കാം. ഇതിന് ശേഷം ഇതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ റൈറ്റ് ടു ബെല്ലിലേക്കും വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ റൈറ്റ് ടു ബെല്ലിലേക്കും നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതൊന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് റൈറ്റ് ബെല്ല് മൂവ് ചെയ്യുന്ന സമയത്ത് മൗസ് ഒന്ന് വിട്ടുകൊടുക്കുന്നു. നമുക്കിവിടെ കാണാം അവിടെ ആ ഒരു കോഡ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കോസ്റ്റ്യൂമിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അതിനുവേണ്ടി ഇവിടെ നമുക്കൊരു ഫ്ലാഗ് ക്ലിക്ക് എടുത്ത് വയ്ക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കോസ്റ്റ്യൂം തന്നെ വരുന്ന ലുക്സിലെ സ്വിച്ച് കോസ്റ്റ്യൂം ടു റൈറ്റ് ടു ബെൽ 1 എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അലാറം ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.